ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മഴയ്ക്ക് ശമനമായതോടെ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് താഴ്ന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് ഇറങ്ങിയതോടെ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസം. ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയ്ക്ക് ശമനമായതോടെ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടനിലയിൽ നിന്ന് മുന്നറിയിപ്പ് നിലയിലേക്ക് താഴ്ന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ടിറങ്ങിയതോടെ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായി. എന്നാൽ ജില്ലയിൽ വീണ്ടും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതും മലങ്കര ഡാമിലെ ജലനിരപ്പ് പ്രതീക്ഷിച്ചത്ര താഴാത്തതും ആശങ്ക നിലനിർത്തുന്നു. മലങ്കര ഡാമിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതും പകൽ മഴ മാറി നിന്നതുമാണ് നഗരത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ സഹായിച്ചത്. നിലവിൽ മലങ്കര ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി 2 ഷട്ടറുകൾ 100 സെന്റിമീറ്ററും 50 സെന്റിമീറ്ററിലായി ഉയർത്തിയിട്ടുണ്ട്. ഇന്നലെ താഴ്ന്ന പ്രദേശങ്ങളായ കൊച്ചങ്ങാടി, ഇലാഹിയ നഗർ, കാളച്ചന്ത, കിഴക്കേക്കര, രണ്ടാർക്കര എന്നിവിടങ്ങളിലെ വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങി തുടങ്ങിയിരുന്നു. എന്നാൽ ആനിക്കാക്കുടി മേഖലയിൽ വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല. വാഴപ്പിള്ളി JB സ്കൂൾ, ടൗൺ UP സ്കൂൾ, NSS കരയോഗം, കടാതി എന്നിവിടങ്ങളിലായി 60 പേരാണ് നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇന്ന് ഉച്ചയോടെ ക്യാമ്പുകൾ പിരിച്ചുവിടുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.